ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇത് പെരുന്നാൾ ആശംസകൾ. ഇന്ന് വലിയ പെരുന്നാളാണ്. അപ്പോൾ അടിച്ചു പൊളിക്കാം. രാവിലെ എണീറ്റിട്ടുള്ളൂ. 8 മണിയാകുമ്പോൾ നമ്മൾ പള്ളിയിലെത്തണം. കാരണം ഈ വട്ടം അറിവുണ്ടായതുകൊണ്ട് 8:30 നിസ്കാരം, 8 മണിക്കാണ് നിസ്കാരം. ഇപ്പോൾ സമയം 7:05. അപ്പോൾ നമ്മൾ പോയി ഇസ്തിരിയിടണം, കുളിച്ച് മാറ്റണം. ഇനി ആദ്യം നമ്മൾ അങ്ങോട്ട് ഉള്ളോട്ട് പോയി വെക്കാം. ബാക്കിയുള്ളവരെന്താ ചെയ്യുന്നത്? സോഡ ബഷീർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നലെ ഒരാൾ വീഡിയോയിൽ ചോദിച്ച് നിങ്ങളെന്തിനാ സോഡ ബഷീറിന് വിളിക്കണേ? ഇവിടുത്തെ അല്ലേ? വെല്ലിപ്പാക്ക് പണ്ട് സോഡ കമ്പനി ഉണ്ടായിരുന്നു അല്ലേ? പറയുന്നേ കേട്ട്. അങ്ങനെ ആയില്ലേ? ഓരോ പേര് അറിയുള്ളൂ. കൽപ്പറ്റ സോഡക്കാരെ വീട് പറഞ്ഞല്ലേ? എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അറിയുമോ? 4 പീസായിട്ട്. നമുക്ക് അടുക്കളയിലാണ് നമ്മളെ മെയിൻ കാര്യങ്ങൾ കിടക്കുന്നത്. ഇന്ന് ഞാൻ മൈക്ക് കുത്തിയിട്ടില്ല. മൈക്ക് കുത്തിക്കാം. ചിത്ര ചേച്ചി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ അതേപോലെ പണിയെടുക്കുന്നുണ്ട്. ഇന്നെന്താ സാധനം? ചിക്കൻ ബിരിയാണി അല്ലാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബിരിയാണി ഉണ്ട്. പിന്നെന്താ? മജ്ബൂസ്. 2 സാധനം ഉണ്ട് കേട്ടോ ഗൈസ്. പുരയിൽ വരികയാണെങ്കിൽ 2ഉം കിട്ടും. നെയ്യുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ചിക്കൻ ബിരിയാണി. എത്ര ചിക്കൻ ബിരിയാണി വെക്കണേ? ചിക്കൻ ബിരിയാണി 1 കിലോ. മജ്ബൂസോ 1.5. ഓക്കെ. മൊത്തം എത്ര ആക്കുന്ന? അപ്പം 10 വരച്ച് എടുക്കുന്നല്ലേ? ഓ ശരിയാണല്ലേ. ചമ്മന്റെ പിന്നെ ഇത് തിരുമ്പിയോ? അല്ല ഇസ്തിരി ഇട്ടോ? കറുപ്പ് വെള്ളമുണ്ടോ? അത് ഇസ്തിരി ഇടണേ. പിന്നെ ഞാൻ കത്തിക്കും. ഇസ്തിരി ഇട്ട് കഴിഞ്ഞാല് ഷർട്ട് ഇസ്തിരി ഇടുന്നതിന് കുഴപ്പമില്ല. ഓക്കെ. ഞാൻ ഡ്രസ്സ് മാറ്റി കുട്ടപ്പനായിട്ടുണ്ട്. അപ്പൊ ഉമ്മാനെ കൊണ്ട് ഇടിപ്പിക്കാം. വെളിച്ചുണ്ടോ? വെളിച്ചം കുറവാ. ഇവിടെ നിർത്തായി. അവിടുന്ന് എനിക്ക് തോന്നി അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിയാൽ വന്നില്ലേ? അപ്പൊ ഗൈസ് ഇതാ ഷർട്ടും മുണ്ടും. മുണ്ട് എത്ര വർഷമായി? കാരണം എന്താന്നാ, ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വലത്തോട്ട് മുണ്ടെടുക്കണത്. ഇത് വലത്തോട്ടേ മുണ്ടെടുക്കാൻ പറ്റുള്ളൂ. ഒട്ടിക്കുന്ന തുണിയാ, സ്റ്റിക്കർ മുണ്ടാണ്. ഇങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. മറ്റേത് ഇങ്ങനെ ശീലായിട്ടേ. ഇതാണ് നമ്മളെ ഡ്രസ്സ് കേട്ടോ, പെരുന്നാൾ ഡ്രസ്സ്. അപ്പം 7:45, 8 മണിക്ക് അവിടെ എത്തണം. ഉപ്പച്ചി പോയി വണ്ടി എടുക്കുക. ഉപ്പച്ചി ഓൾറെഡി പോയിട്ടോ. ഓക്കെ. അപ്പം നമ്മളെ കാലാവസ്ഥ കേട്ടാ നല്ല അടിപൊളി. TV കണ്ടിരുന്നോ? ഈ വട്ടം പ്രളയം വരുന്നു. ആണാ? പ്രളയത്തിന് പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ. പള്ളി കൂടുക 3 മിനിറ്റേ ഉള്ളൂ. 4 മിനിറ്റ്. ബൈക്ക് എടുക്കണം. പുരയ്ക്ക് വണ്ടി കയറാത്തോണ്ട് തറവാട്ടിലെ വണ്ടി വെക്കല്. ഓടിപ്പോയി വണ്ടി എടുക്കട്ടെ. വണ്ടി എടുത്ത് പള്ളിയിൽ പോയിട്ടൊക്കെ വന്ന് ഇവനെ പറക്കും. അറക്കാൻ വരുന്ന ഒന്ന് അതിനിറക്കാൻ പോകട്ടോ. അറക്കണ കാണിക്കണ്ടേ? അറക്കണ കണ്ടു കഴിഞ്ഞാൽ ബീഫ്, ചിക്കൻ പൊരിച്ച്,
ചോറ്, കോഴിക്കറി, പിന്നെന്താ ഉള്ളത്? ഉപ്പേരി, തൈര്. പിന്നെ ഞാനല്ല പൈസ. യൂട്യൂബ് തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ പൈസ ആക്കലാണെന്ന്. വെള്ളം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് പാടില്ല. യൂട്യൂബ് വലിയ വരുമാനമൊന്നും തരുന്നില്ല ഇപ്പൊ കുറവാ. ഇപ്പൊ എല്ലാരും അത് ഏതാണ് യൂട്യൂബ് കൊടുക്കാത്ത. റൗണ്ട് 1 ഫസ്റ്റ് ഫുഡ്. ചിക്കൻ പൊരിച്ച്, ഉപ്പേരി, ബീഫ്, അച്ചാറ്, തൈര്, നെയ്ച്ചോറ്, കോഴിക്കറി, പപ്പടം. ഇത് തറവാട്ടിൽ കേട്ടോ. നമ്മൾ സെക്കൻഡ് റൗണ്ടിന് പോകും. ടേസ്റ്റ് ഇപ്പോൾ പറഞ്ഞുതരാം. ഒരു ബീഫും കൂട്ടാം, തൈരും കൂട്ടാം. എല്ലാവരെയും കൊതിപ്പിക്കട്ടെ. നാളെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും കൊതിക്കണം. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഞാൻ സ്റ്റിക്ക് എടുക്കാൻ നോക്കി. നല്ല ആർക്ക് തറവാട്ടിൽ പോയി നേരെ പിന്നെ വന്നത് പുരേക്കാണ്. ഇങ്ങോട്ട് വേണം സലാംഖാൻ്റെ അവിടെ പോകാൻ. അപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിച്ച് നെയ്ച്ചോറും, നല്ല നെയ്ച്ചോറും ബീഫും ചിക്കൻ പൊരിച്ചതും എല്ലാം കഴിച്ച്. ഇനി ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണം. ഇവിടെ കാര്യമായിട്ട് സ്പെഷ്യൽ ഇല്ലേ? ഓ പുരയൊക്കെ ഒന്ന് വൃത്തിയായി വരുന്നുണ്ട് അല്ലേ? ശിങ്കു ഇത് പോരെ. എന്തൊക്കെയാണ് ഫസ്റ്റ് തന്നെ? ഓ നെയ്യപ്പം. നെയ്യപ്പം പിന്നെന്താ? നെല്ലിക്ക ഉപ്പിലിട്ടതോ? ഇതൊക്കെയാണോ കാണിക്കാറുള്ളത്? ചിക്കൻ പൊരിക്കാറുള്ളത്? ചിക്കൻ പൊരിക്കാനുള്ള ഫ്രിഡ്ജിലുണ്ട്. അയ്യോ അടുക്കളയ്ക്ക് വരിക, ലേറ്റ് ഉണ്ട്. മജ്ബൂസ് ചിക്കൻ മജ്ബൂസ്. ഇളക്കുന്നില്ല കാണിക്കാൻ വേണ്ട. പിന്നെന്താ? ആ ചിക്കൻ ബിരിയാണി. എന്തൊക്കെയാണെന്ന് ഇവിടെ ഇപ്പം കഴിഞ്ഞാ. ഇതാണ് ഇതിന്റെ ചമ്മന്തി. മൈക്കും ഇവിടെ കൊളത്തി വെക്ക്. ഇവിടെ സ്കൂളിൽ അടിക്കുന്ന പോലെ അടിക്കി. ഇതിലിട്ടക്കൂല. അടിക്കി, സ്കൂളിൽ അടിക്കുന്ന പോലെ നല്ലോണം അടിക്കി. ചമ്മന്തി പോയാലോ? ഇതാണ് ചമ്മന്തി. ഒച്ചിരി നാമ്പിലാക്കി നോക്ക്. വേണ്ട ഇപ്പൊ വേണ്ട. ഒച്ചിരി നോക്കാം. ഇതാണ് ഇതെന്താണെന്നാ? പച്ചമുളക്, പിന്നെ മജ്ബൂസിൽ ചമ്മന്തി, പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളിയും പുളിയും. എന്നിട്ട് ഇത് അരക്കങ്ങനെ. സൂപ്പർ. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കണ്ണാപ്പിയൊക്കെ പോയിരിക്കും അപ്പൊ തിന്ന. വത്തക്ക നല്ല 2 എണ്ണം വാങ്ങിയ 2ഉം കട അക്കുമ്പോ നന്നാക്കി വെച്ചാ നല്ല നോക്കിട്ട് അല്ലേ? പക്ഷെ എപ്പോഴേ പറഞ്ഞിക്ക് വാങ്ങണ്ട നിന്നോട്. വത്തക്ക സീസൺ കഴിഞ്ഞില്ലേ? നല്ല മധുരം കേട്ടോ. ഫുള്ളിട്ട് കളഞ്ഞിക്ക്. ചിത്രേ ഇവിടെ വാ. ചിത്രജിനോട് ഇന്ന് ചോദിക്കണം അമ്മേന്റെ ഫുഡ് എങ്ങനെയുണ്ട്. ചിത്രജി തിന്നിക്കില്ലല്ലോ, എന്നാലൊന്ന് ചോദിച്ചോക്ക്. ഈദ് മുബാറക്. ഈദ് മുബാറക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പെരുന്നാൾ ആശംസകൾ. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? തിരിച്ച് ഈദ് മുബാറക് എന്ന് പറയണം. ഉമ്മാന്റെ ഫുഡ് എങ്ങനെ ഉണ്ട് ചോദിക്കുന്നത്? കഴിച്ചു നോക്കിയോ ഫുഡ്? എല്ലാടെല്ലാം കഴിക്കുന്നില്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചെന്താ പറയണ്ടേ അറിയോ? വലൈക്കും അസ്സലാം. എന്റെ ഫുഡ് എങ്ങനെ ഉണ്ട്? പോരല്ലേ? പോരാ. അതിന് കഴിച്ചു നോക്കിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പറയാ? കഴിച്ചോ? സുർബിയ കഴിച്ച്? അല്ല, നെയ്ച്ചോറൊക്കെ തിന്നിക്ക് രാവിലെ. ചമ്മന്തി എങ്ങനെ ഉണ്ട്? സൂപ്പർ അല്ലേ? ഓക്കെ. അപ്പൊ ഞാനേ അപ്പുറത്തൊക്കെ ഒന്ന് കയറിയിട്ട് വരാം. ഗൈസ്, പെരുന്നാളിൻ്റെ അന്ന് ഫുള്ള് തിരക്കിലായിരുന്നു. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നേരം വൈകി.
അപ്പം പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം രാത്രി ആയിട്ടുണ്ട്. കണ്ണാപ്പീൻ്റെ വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഞാൻ വന്നാണ്. പിന്നെ ഇപ്പം രാത്രിയായി. രാത്രി പെരുന്നാൾ അന്ന് രാത്രി കേട്ടോ. ഇന്ന് രാത്രി, അതായത് നാളെ അളിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോഴി ചുടാൻ വേണ്ടി പോവാണ്. അപ്പം 2 ബംഗാളികളെ വിളിച്ചുകൊണ്ട് നിൽക്കണ്. ഒരേ വെട്ടാ കോഴി എവിടെയും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഫീസർ കോഴി ഇല്ലേ, അത് വാങ്ങി വന്നിട്ടാണ് ഇപ്പോൾ അത് മുറിച്ചുകൊണ്ടിരിക്കുന്നത്. തോല് ഫ്രൈ. ആ തോലും ഉണ്ട് കേട്ടോ. പൂമ്പേ ആ ബൂം ബാങ്ക്. നിങ്ങൾ പച്ചക്ക് നിന്നോ? ഇപ്പൊ പച്ചക്ക് എന്താണ് 500 റുപ്യ ഞാൻ. ഫ്രഷ് ഒന്നല്ല അയാൾ ഇന്നലെ. അയാള് 1 മാസമൊക്കെ വെച്ചത് നിന്നല്. അത് നിന്നാല് അയ്യടാ ഗൂഗിൾ പേ ചെയ്ത് തരും. 500 ഈ ഇപ്പൊ ഒരു പച്ചിറച്ചി തിന്നുകയാണെങ്കിൽ. വീഡിയോ എടുക്കണേ. 1 കിലോ ഒന്നുമില്ല, 1 കഷ്ണം നന്നായി. ആ നോക്കട്ടെ, ഞാൻ കാണിച്ചുതരാ. അക്കുപ്പ മുറിച്ചില്ലേ? അതിനൊരു പീസ് എടുത്ത് നന്നായി. അത്ര ഒന്നും നിന്നണ്ട. ഓ അതെന്താ ഇത് 1 കിലോ 2 കിലോന്റെ പൈസ എനിക്ക് തരുന്നില്ലടാ വെറുതെ. അപ്പം നമുക്ക് ഇനി കോഴി ചൂടാനുള്ള കാര്യങ്ങൾ നോക്കട്ടോ. അതൊക്കെ കിട്ടും. അതൊക്കെ ഞങ്ങൾ പാടിപ്പിച്ചതാ, സ്പെഷ്യലായിട്ട് പറഞ്ഞ്. കഴിക്കൂ. ഗുഡ് മോർണിംഗ് ഗേൾസ്, ഗുഡ് മോർണിംഗ്. അതായത് ഇന്നലെ രാത്രി കേക്കെല്ലാം മുറിച്ച് അളിയൻ്റെ ബർത്ത്ഡേക്ക് ആഘോഷിച്ച് കോഴിയൊക്കെ ചുട്ട് അതിനുശേഷം ചുരത്തിലൊക്കെ പോയി തിരിച്ച് രാവിലെ പുലച്ചക്ക് 4 മണിയപ്പോഴാണ് പുരയിൽ ഒന്ന് വീഡിയോ എടുത്തിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു. വന്ന് കിടന്നുറങ്ങി. ഇനിയിപ്പോൾ എന്താക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. എണീക്കാൻ വയ്യ. ഓക്കെ, അപ്പം ഇങ്ങനെ തന്നെ എൻ്റെ ചെയ്യുമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഈദ് മുബാറക്. അപ്പം നാളെ കിട്ടലും വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.